ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത 5ാം ക്ലാസ് പൊതു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി എല്ലാ വിഷയങ്ങളും 5ാം ക്ലാസ്സിലെ 6 വിഷയങ്ങളും ഒറ്റ വീഡിയോയിൽ തന്നെ അതിൻ്റെ മോഡൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സാധാരണ യൂട്യൂബ് വീഡിയോകളിൽ ഇതുവരെ വരാത്ത ചോദ്യങ്ങളും അതിൻ്റെ കൃത്യമായ ഉത്തരങ്ങളും. ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം നല്ല ഒരു മാർക്ക് വാങ്ങാൻ കഴിയും. നിങ്ങൾ നമ്മളോട് ചെയ്യേണ്ട ഒരു ബാധ്യത എന്ന് പറയുന്നത്, ഒരു നന്ദി എന്ന് പറയുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും മറ്റുള്ള സുഹൃത്തുക്കൾ എത്തിക്കുകയും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു കമൻറ്റിലൂടെ വളരെ നന്നായിട്ടുണ്ട്, വെരി ഗുഡ് എന്ന് നിങ്ങൾ എഴുതാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ കാണൂ സമ്മാനം നേടൂ എന്ന ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. നേരെ വീഡിയോയിലേക്ക് തന്നെ കടക്കുകയാണ്. ആദ്യം നമ്മൾ ഇന്ന് തജ്വീദും ലിസാനുൽ ഖുർആനാണ്. അതിൻ്റെ മോഡൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ചോദ്യം വായിക്കണം. വായിച്ചതിന് ശേഷമാണ് ഉത്തരം എഴുതേണ്ടത്. ഇതിൽ ഒന്നാമത്തതിൽ ചേർത്ത് എഴുതാം. ഇതിൽ 5 ചോദ്യങ്ങളാണ്. പതിവാക്കൽ മഹത്തായ സുന്നത്തുള്ള ആയത്ത്, അത് ആമന റസൂലു, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്താണ്. അതാണ് പതിവാക്കൽ സുന്നത്ത്. രണ്ടാമത്തെ ചോദ്യം, പതിവാക്കൽ മഹത്തായ സുന്നത്തുള്ള സൂറത്ത് ഏതാണ്? അത് അൽ ഇഖ്ലാസ് എന്നുള്ളതാണ്, സൂറത്തുൽ ഇഖ്ലാസ്. മൂന്നാമത്തെ ചോദ്യം, നാവിന്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ, അതിന്റെ ഉത്തരം ഇത്ബാഖ് എന്നാണ്. നാലാമത്തെ ചോദ്യം, ആമിലത്തുൻ നാസിബ എന്നതിലെ ഹ, അത് തഅനീസിന്റെ ഹ ആണ്, അതാണ് അതിന്റെ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, അൻഹു തലഹ എന്നതിലെ ഹു ലമീറിന്റെ ഹ ആണ്. ആറാമത്തത്, ലാ തഅമന്ന എന്നതിൽ നൂന് ഉച്ചരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇഷ്മാം. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. രണ്ടാമത്തത്, ശരി അടയാളപ്പെടുത്താം. അല്യൗമ എന്നതിലെ ഹംസ, അത് ഏത് ഹംസയാണ്? വസുലിന്റെ ഹംസയാണ്. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ടിക്കേണ്ടത്. വസുലിന്റെ ഹംസയാണ്. ഖുർആൻ പല കോപ്പികളായി എഴുതിപ്പിച്ചു. 3 ഓപ്ഷനുകളാണ്. അലി റളിയല്ലാഹു അൻഹു, സെയ്ദ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അവിടെയാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്, ഉസ്മാൻ. മൂന്നാമത്തത്, ചേർത്തി ഓതുമ്പോൾ മൊഴിയുന്ന ഹംസ, ആ ഹംസക്ക് എന്താ പറയാ? ഖത്ഇന്റെ ഹംസ. നാലാമത്തെ ചോദ്യം, കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിന് എന്താണ് പറയുക? കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിന് എന്താ പറയാ? 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിന് വഖഫ്. അഞ്ചാമത്തത്, വഖഫ് ജായിസ്, അതിന്റെ അടയാളം ഏതാണ്? ജീം എന്നാണ് അതിന്റെ ഉത്തരം. ആറാമത്തെ ചോദ്യം, സജദയുടെ ആയത്തുകൾ ഖുർആനിൽ എത്രയുണ്ട്? 14. അതൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, ഉത്തരങ്ങളാണ്. അടുത്തത്, വ്യക്തമാക്കാം. ഇമാലത്ത് എന്നാൽ എന്ത്? ഇമാലത്ത് എന്നാൽ എന്ത്? ഇതിന്റെ ഉത്തരം ഫത്ഹിന്റെയും കസറിന്റെയും ഇടയിലായി, അല്ലെങ്കിൽ അലിഫിന്റെയും യാഇന്റെയും ഇടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കുക. ഏകാരം, മജിരേഹ എന്ന പോലെ. രണ്ടാമത്തത്, ഖത്മുൽ ഖുർആൻ എന്നാൽ എന്ത്? ഖത്മുൽ ഖുർആൻ, ഖുർആൻ പൂർത്തീകരിക്കുക. അത് നമുക്കൊക്കെ അറിയാം. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ മുസ്ഹഫിൽ ക്രമപ്രകാരം തീർത്ത് ഓതുന്നതിന് ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നു. മൂന്നാമത്തെ ചോദ്യം, നമുക്ക് ഖിറാഅത്ത് ലഭിച്ചു. ആര് മുഖേന? നമുക്ക് ഖിറാഅത്ത് ലഭിച്ചു നമ്മുടെ ഖാരി ആസിം റളിയല്ലാഹു അൻഹു ആണ്, നമ്മുടെ റാവി ഹഫ്സ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ നമുക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഉത്തരം എഴുതേണ്ടത് ഹഫ്സ് ഇബ്നു സുലൈമാൻ എന്നവർ മുഖേന. ആരിൽ നിന്ന്? ആസിം അൽ കൂഫി എന്നവരിൽ നിന്ന്. ആസിം അൽ കൂഫി എന്നവരാണ് ഹഫ്സ് ഇബ്നു സുലൈമാൻ എന്നവർക്ക് പഠിപ്പിച്ചത്. അവരിൽ നിന്നാണ് നമുക്ക് ഖിറാഅത്ത് കിട്ടിയത്. അതാണ് ഇതിന്റെ ഉത്തരം. അടുത്തത്, പൂർത്തിയാക്കാം. ബൈത്ത് കാണാതെ പഠിക്കണം നിങ്ങൾ. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയതി. അവിടെ വിട്ട സ്ഥലത്ത് അത് എഴുതി കൊടുക്കുക. അടുത്തത് ഒരു ആയത്താണ്. വഇദാ ഖുരിഅ അൽ ഖുർആനു വഇദാ ഖുരിഅ അൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. അടുത്തത് ലിസാൻ, നംലഉൽ ഫറാഗ ബിൽ മുനാസിബി. മേലെ 6 വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അറബിയിൽ. അതിൽ നിന്ന് താഴെ കാണുന്ന അതിനോട് യോജിച്ച 6 വാചകങ്ങൾ ഏതാണ്, ലഫ്ള് ഏതാണ്, ഇത് ചേർക്കുക. ഒന്നാമത്തെ അന്നബിയു ഡാഷ് അന്നബിയു ഫിൽ മദീനത്തി 10 സിനീൻ. അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് ആഷൻ നബിയു ഫിൽ മദീനത്തി 10 സിനീൻ. നബിതകൾ മദീനയിൽ 10 വർഷം താമസിച്ചു. അപ്പോൾ അവിടെ ആശയാണ്. രണ്ടാമത്തെ നിങ്ങൾ ചേർക്കേണ്ടത് ദഹബ അബി ഇല സൂഖ്, എൻ്റെ വാപ്പ കടയിലേക്ക് പോയി. ദഹബ അല്ലെങ്കിൽ യദ്ഹബു അബി. അവിടെ രണ്ടാമത്തെ നിങ്ങൾ ചേർക്കേണ്ടത് യദ്ഹബു അബി ഇല സൂഖ്, എൻ്റെ വാപ്പ കടയിലേക്ക് പോകുന്നു. യദ്ഹബു പുരുഷനാണല്ലോ. മൂന്നാമത്തെ അത്വാലിബാനി, 2 വിദ്യാർത്ഥികൾ. യക്തുബാനി ദർസ, അവരുടെ പാഠം അവർ എഴുതുന്നു. ഇവിടെ അത്വാലിബാനി. നാലാമത്തെ നിങ്ങൾ ചേർക്കേണ്ടത് യഖിലത്തിൽ ഉമ്മു ഖബലൽ ഫജ്ർ, ഫജ്റിന്റെ സുബഹിക്ക് മുമ്പ് എൻ്റെ ഉമ്മ എഴുന്നേറ്റു. അഞ്ചാമത്തെ സ്ഥലത്ത് ചേർക്കേണ്ടത് ദഹബ്ന ലിലിഖാഇ നാദിരിൽ മദ്രസ, മദ്രസ മാനേജർ അവരെ കാണാൻ വേണ്ടി നമ്മൾ പോയി. അപ്പൊ ദഹബിനായാണ് അവിടെ. ആറാമത്തെ സ്ഥലത്ത് ചേർക്കേണ്ടത് അൽ വാജിബാത്തിൽ മൻസിലിയ, ഹോംവർക്ക്. അവിടെ കത്തബ്തു അൽ വാജിബാത്തിൽ മൻസിലിയ, ഹോംവർക്ക് ഞാൻ എഴുതി ചെയ്തു. ഇനി അടുത്തത് നിങ്ങളത്
സൊർഫുകൾ പഠിച്ചു വെക്കണം. ചിലപ്പോൾ വേറെ എന്തെങ്കിലും, ഇപ്പോൾ ഇവിടെ യക്തുബാണ് കൊടുത്തിട്ട് ചിലപ്പോൾ എൽദരീബ് ആയിരിക്കും, ചിലപ്പോൾ യക്കുലു ആയിരിക്കും. അത് നിങ്ങൾ പഠിച്ചു വെക്കുക കൃത്യമായിട്ട് അതിൻ്റെ 14 സീഖകൾ. യക്തുബ്, യക്തുബാനി, യക്തുബൂന. രണ്ടാമത്തെ തക്തുബ്, തക്തുബാനി, യക്തുബന. മൂന്നാമത്തെ കുളത്തിൽ തക്തുബ്, തക്തുബാനി, തക്തുബൂന. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് നൂസിലു ബിമാ യുനാസിബ്, യോജിച്ചത് എഴുതുക. കിതാബുൻ എന്നതിനോട് ചോദിച്ച ആദ്യത്തെ ഏതാ? കിതാബുൻ മുദക്കറാണല്ലോ, അപ്പോൾ കിതാബുൻ വാഹിദുൻ, കിതാബുൻ വാഹിദുൻ. രണ്ടാമത്തെ അഷ്റു, അഷ്റു, അഷ്റു സബ്ബൂറാത്തിൻ. കാരണം അതതിൽ എന്തുണ്ട്? മഅദൂദിൽ എണ്ണപ്പെടുന്ന വസ്തുവാണ് ഇവിടെ സബ്ബൂറാത്തിൻ, ബോർഡുകൾ. അപ്പൊ അതിൽ താഴുള്ളത് കൊണ്ട് അതിൽ താ കൊടുക്കൂല. അപ്പൊ അഷ്റു സബ്ബൂറാത്തിൻ. മൂന്നാമത്തെ സബ്അത്തു തുയൂരിൻ. കാരണം അതതിൽ എന്തുണ്ട്? താഴുണ്ട്, അതുകൊണ്ട് മഅദൂദിൽ താ കൊടുക്കൂല. സബ്അത്തു തുയൂരിൻ. അഷ്ഹറു സാബിഉ, 7ാമത്തെ മാസം റജബ്. അതാണ് എൻ്റെ ഉത്തരം. അടുത്തത് നുഅരിബു, നമ്മൾ അറബിയിലാക്കുക. ഇതിൽ മലയാളത്തിലാണ്. ഇതിൽ നീ ദിനപത്രം വായിച്ചോ? ഹൽ ഖറഅത അൽ ജരീദത്തൽ യൗം, ഹൽ ഖറഅത ജരീദത്തൽ യൗം. അത് രണ്ടും ചോദിക്കുക. സ്ത്രീയോടാണ് ഹൽ ഖറഅതി, പുരുഷനാണെങ്കിൽ ഹൽ ഖറഅത. രണ്ടാമത്തത് ഞാൻ പല്ലുകൾ വൃത്തിയാക്കി. നല്ലഫ്തുൽ അസ്നാൻ, നല്ലഫ്തുൽ അസ്നാൻ. അതാണ്. അടുത്തത് 2 സെന്റൻസുകളാക്കുക അതിനെ. ആ വാക്കുകൾ ഉപയോഗിച്ച് കുറേ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നുൻസിഉ ജുമലൻ ബിസ്തിഹാലത്തിൽ കലിമ. താഴെ കാണുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഒരു സെന്റൻസുകൾ, 2 സെന്റൻസുകൾ ഉണ്ടാക്കുക വാക്കുകൾ. യനാമു യജിലിസു അത്തിഫുലു ഫിൽ മഹദി അൽ ഉസ്താദു ഫിൽ കുർസി. ഡിസോർഡർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, ഓർഡർ ആക്കുക. എന്താ ചെയ്യേണ്ടത് അവിടെ? അവിടെ യജിലിസുൽ ഉസ്താദു ഫിൽ കുർസി ഒരു വാക്ക് ഉണ്ടാക്കി നമ്മൾ. രണ്ടാമത്തത് യനാമുത്തിഫുലു ഫിൽ മഹദി, കുട്ടി തൊട്ടിൽ ഉറങ്ങുന്നു, ഉസ്താദ് കസേരയിൽ ഇരിക്കുന്നു. ഇത്രയുമാണ് ഇതിന്റെ മോഡൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും. അടുത്തത് നമ്മൾ താരീഖ് അതുപോലെ അഖ്ലാഖ്, ഈ 2 വിഷയമാണ് അതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. നമ്മളെ ശ്രദ്ധയോടെ ചോദ്യങ്ങൾ വായിക്കുക, അതിന്റെ ഉത്തരങ്ങൾ എഴുതുക. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. മദീനയിലെ ജൂതഗോത്രം ബനു ഖൈനുഖ. രണ്ടാമത്തത് ഖന്ദഖ് യുദ്ധത്തിന്റെ മറ്റൊരു പേര് അഹ്സാബ്. മൂന്നാമത്തെ ചോദ്യം, ഹജ്ജത്തുൽ വദാഇന് ശേഷം എത്ര കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു? 3 മാസം. എത്ര കാലം നബി ജീവിച്ചു എന്നാണ്? 3 മാസം. നാലാമത്തെ ചോദ്യം, ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പതാകവാഹകൻ മുസ്അബ് ഇബ്നു ഉമൈർ. അഞ്ചാമത്തെ ചോദ്യം, സമൂദ് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശം ഏതാണ്? തബൂക്ക് എന്ന സ്ഥലത്താണ് അവർ. അടുത്തത് ശരി അടയാളപ്പെടുത്താം. ഹിജ്റ 8ാം വർഷമായിരുന്നു എന്ത്? മക്ക വിജയം. അവിടെയാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയ നായകൻ ആരാണ്? ഖാലിദ് റളിയല്ലാഹു അൻഹു. അവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത്. മൂന്നാമത്തത്, കർമ്മശാസ്ത്രത്തിലെ അടിസ്ഥാന ഇമാമുകൾ 4 ആണ്, നമുക്കറിയാം. നാലാമത്തെ ചോദ്യം, ഖന്ദഖിൽ ഖുറൈശികൾ സഹായിച്ച ഗോത്രം. ഖന്ദഖ് യുദ്ധത്തിൽ ഖുറൈശികളെ സഹായിച്ച ഗോത്രം ഗത്ഫാൻ. അഞ്ചാമത്തെ ചോദ്യം, ഹവാസിൻ സഖീഫ് ഗോത്രക്കാരുടെ കേന്ദ്രമായിരുന്നു എവിടെ? ത്വായിഫ്. അടുത്തത്, വ്യക്തമാക്കുക. അതിൽ 3 ചോദ്യങ്ങളാണല്ലോ വ്യക്തമാക്കുന്നില്ല. ഹുദൈബിയ കരാറിൽ നിന്നും 2 വ്യക്തമാക്കാം. ഒരുപാട് കരാറുകൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 2 എഴുതുക. ഇത് മുസ്ലിംകൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത് 1. രണ്ടാമത്തത്, മദീനയിലേക്ക് തന്നെ മടങ്ങുക. അതുപോലെ അടുത്ത കരാറൊക്കെ ഉണ്ട്. അടുത്ത വർഷം ഉംറ നിർവഹിക്കാം, 10 വർഷം പരസ്പരം യുദ്ധം പാടില്ല, കുറെ കരാറുകളുണ്ട്. അപ്പൊ അതിന്ന് 2 എഴുതിയാൽ മതി. ഖുതുബത്തുൽ വദാ. അപ്പൊ അതിന്റെ ഉത്തരം ഖുതുബത്തുൽ വദാ, ഹജ്ജത്തുൽ വദായിൽ നബി തങ്ങൾ നടത്തിയ പ്രസംഗം. അപ്പൊ അതിന് നിർവചനം കിതാബിൽ കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളും ഗൗരവമായ ഉപദേശങ്ങളും അടങ്ങിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു. അതാണ് ഖുതുബത്തുൽ വദാ. അതാണ് ഇതിൻ്റെ. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൽ നിന്ന് മടങ്ങി ഉംറക്ക് ഇഹ്റാം ചെയ്ത സ്ഥലം അത് ജിയാറാനയാണ്. അതാണ് അതിന്റെ ഉത്തരം, ജിയാറാന. അടുത്തത്, പൂരിപ്പിക്കുക. അത് നിങ്ങൾ കാണാതെ പഠിക്കുക തന്നെ വേണം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുലു. അതാണ് പൂരിപ്പിക്കേണ്ടത്. രണ്ടാമത്തത് പൂരിപ്പിക്കാൻ, ലാ യൻദുറുല്ലാഹു യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസാറഹു ബതറാ. ഇനി അടുത്തത് ഒറ്റ വാക്കിൽ എഴുതാം. ലജ്ജ ഈമാനിന്റെ ഡാഷ് പകുതിയാണ്. ചെറിയ ഉത്തരാണത്, പകുതിയാണ്. കൊലയാളിക്ക് ഇഹലോകത്ത് ഇസ്ലാമിക ശിക്ഷ എന്താണ്? കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. മൂന്നാമത്തെ ചോദ്യത്തിൽ ഒറ്റ വാക്കിൽ എഴുതാനാണ് കേട്ടോ. പുരുഷൻ സ്ത്രീ വേഷം ധരിക്കുന്നതിന്റെ വിധി എന്താണ്? ഹറാം. നാലാമത്തത്, നന്നായാൽ ശരീരം മുഴുവനും നന്നാകുന്ന ഒന്നാണ് എന്ത്? കൽബ് നന്നായാൽ ശരീരം മുഴുവൻ നന്നാകും. മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്ന അവയവമാണെന്ത്? നാവ്. അതാണ് അതിന്റെ ഉത്തരം. 2 വീതം എഴുതാം.
വൻദോഷങ്ങൾ, സബൂൽ മൂബിഖാത്ത്, കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. വൻ മഹാപാപങ്ങൾ വലിയ, അതിൽ രണ്ടെണ്ണം എഴുതുക. വൻ ദോഷങ്ങൾ രണ്ടെണ്ണം, ഒന്ന് മോഷണം, മറ്റൊന്ന് കൊലപാതകം. രണ്ടാമത്തെ സൽസ്വഭാവങ്ങൾ, അതിൽ നിന്ന് രണ്ടെണ്ണം. പിന്നെ അതിൽ നിന്ന് നന്മ അധികരിപ്പിക്കുക, നല്ല വാക്ക് പറയുക, അതാണ് സൽസ്വഭാവങ്ങൾ രണ്ടെണ്ണം. ഖൽബിന്റെ രോഗങ്ങൾക്കുള്ള പരിഹാരം, മരുന്ന് രണ്ടെണ്ണം. അത് ഒന്ന് ഇൽമ പഠിക്കുക, മറ്റൊന്ന് നല്ലവരുമായി കൂട്ടുകൂടുക. നാലാമത്തെ ചോദ്യം അതിൽ ഇതിൻ്റെ നാലാമത്തത് തൗബയുടെ നിബന്ധനകൾ. തൗബക്ക് 4 നിബന്ധനകൾ പറഞ്ഞത്, രണ്ടെണ്ണം എഴുതിയാൽ മതി. ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദിക്കുക, രണ്ടാമത്തത് ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഇതാണ് 2 നിബന്ധനകൾ. ഇനി അടുത്തത് വ്യക്തമാക്കാം. വിപത്തുകൾ സംഭവിച്ചാൽ പറയേണ്ടത് എന്താണ് നമുക്കറിയാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അടുത്തത് ഫാത്തിമ ബീബിയുടെ വസിയത്ത് എന്തായിരുന്നു? ഫാത്തിമ ബീബിയുടെ വസിയത്താണ്, എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം, എൻ്റെ ശരീരാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാനിടവരരുത്. ഇതായിരുന്നു ഫാത്തിമ ബീബിയുടെ വസിയത്ത്. മറ്റൊന്ന്, ഭരണഘടന ഉറപ്പ് നൽകുന്നത് എന്താണ് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നത്? ഇന്ത്യയിൽ ആർക്കും ഏത് മതവും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇവിടെ എല്ലാ മതവിശ്വാസികളും തുല്യ പ്രാധാന്യവും സംരക്ഷണവും ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അതാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അടുത്തത്, ഉത്തരം എഴുതാം. ഇഖ്ലാസ് എന്നാൽ എന്ത്? ഇഖ്ലാസ് എന്നാൽ എന്ത്? അമല് കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. രണ്ടാമത്തെ ചോദ്യം, തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? ഹൃദയം സംസ്കരിക്കുക എന്നൊരു നിർവചനം കൊടുത്തിട്ടുണ്ടാവും. ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. മൂന്നാമത്തെ ചോദ്യം, ശുക്ർ എന്നാൽ എന്ത്? ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കലാണ് ശുക്ർ. ഇനി അർത്ഥം എഴുതാം. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഗർഗിർ. തീർച്ചയായും അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. മാലം യുഗർഗിർ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം. അതായത് തൊണ്ടക്കുഴിയിൽ എത്തിയാൽ സ്വീകരിക്കൂല എന്നാണ് അർത്ഥം. ഇത്രയുമാണ് ഇതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. അടുത്ത വിഷയം അഖീദയാണ്. ഇതിൽ യോജിപ്പിച്ചവ ചേർക്കാം. ഇതിന്റെ ഉത്തരം അപ്പുറത്ത് തന്നെ ഉണ്ട്, നേരെ മുമ്പിൽ. ഒരു 8 ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് ഖുലഫാഉർ റാഷിദൂൻ, 4 ഖുലഫാഉർ റാഷിദീങ്ങളാണ് മൊത്തത്തിലുള്ള. അപ്പോൾ 4 അതിന്റെ ഉത്തരം. അടുത്തത് സൂറത്തു മക്കിയ. അതായത് സൂറത്തു മക്കിയ എത്രയുണ്ട്? മക്കയിൽ ഇറങ്ങിയത്, ഹിജ്റയ്ക്ക് ശേഷം, ഹിജ്റയ്ക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തുകൾ. സൂറത്തു മക്കിയ എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. 86. അതാണ് ഇതിന്റെ ഉത്തരം. മൂന്നാമത്തത് സൂറത്തു മദനിയ, ഹിജ്റയ്ക്ക് ശേഷം അല്ലെങ്കിൽ മദീനയിൽ ഇറങ്ങിയ സൂറത്തുകളുടെ എണ്ണം 28 ഇതിന്റെ ഉത്തരം. മരിച്ചവരെ ജീവിപ്പിക്കൽ, അതാരുടെ മുഅ്ജിസത്തായിരുന്നു? ഈസാ നബി അലൈഹി സ്വലാം. അൽ ഇസ്റാ വൽ മിഅ്റാജ്, അത് ആരുടെ മുഅ്ജിസത്തായിരുന്നു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഉത്തരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമത്തത് അംബിയാക്കൾ, അവർക്ക് ഉള്ള അള്ളാഹു കൊടുത്ത അമാനുഷികമായ കഴിവാണ് മുഅ്ജിസത്ത്. ഔലിയാക്കൾ, അവരുടെ അസാധാരണ കഴിവാണ് കറാമത്ത്. അടുത്തത് സൂറത്ത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ, സ്വഹാബികൾ 10, അൽ അശറത്തുൽ മുബശ്ശറ. അടുത്തത് പൂർത്തിയാക്കാം. അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. അതാണ് അതിന്റെ ഉത്തരം. രണ്ടാമത്തത് ശൈത്താൻ നമ്മുടെ ശത്രുവാണ്. മൂന്നാമത്തത് പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ മരണാനന്തരവും നിലനിൽക്കുന്നതാണ്. 4, ഖുർആൻ, ഹദീസ്, ഇജ്മാ, സ്വഹാബത്തിന്റെ പ്രസ്താവന എന്നിവയോട് എതിരായവക്ക് എന്താ പറയാം? ബിദ്അത്തുൽ ളലാലയാണ്. അഞ്ചാമത്തത് ഇഹലോകം പരലോകം എന്നിങ്ങനെ 2 ലോകമുണ്ട്. ആറാമത്തത് സത്യനിഷേധത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ഏതാണ്? റിദ്ദത്ത്. അതാണ് അതിന്റെ ഉത്തരം. അടുത്തത് അതിന്റെ നിർവചനാണ്. കിതാബിൽ പറഞ്ഞിട്ടുണ്ട് നിർവചനം. വ്യക്തമാക്കാം. ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ. രണ്ടാമത്തത് ഇജ്മാ, ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാ. അതാണ് ഇജ്മാഇന്റെ നിർവചനം. മൂന്നാമത്തത് ശിർക്ക് എന്നാൽ എന്ത്? അള്ളാഹു അല്ലാതെ, അവനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ്. അതാണ് ശിർക്ക്. നാലാമത്തത് ബിദ്അത്തുൽ ളലാല. ബിദ്അത്തുൽ ളലാല എന്ന് പറഞ്ഞാൽ ഖുർആൻ, ഹദീസ്, ഇജ്മാ, സ്വഹാബത്തിന്റെ പ്രസ്താവന
എന്നിവയോട് എതിരായവ, ഇതിനാണ് ബിദ്അത്തുൽ ദലാല എന്ന് പറയുന്നത്. ഇനി എടുത്തെഴുതാം. മേലെ 4 വിഭാഗക്കാരായ ഇമാമിങ്ങളുടെ പേരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4: അശ്അരി, ഹംബലി, മാതുരിദി, ഷാഫിഈ. കർമ്മപരമായ വിധികൾ ക്രോഡീകരിച്ചത് അതാരാണ്? അതായത് ഫിഖ്ഹ്, കർമ്മശാസ്ത്രം ക്രോഡീകരിച്ച 2 ഇമാമികൾ, ഒന്ന് ഇമാം ഷാഫിഈ, മറ്റൊന്ന് ഇമാം ഹംബലിയാണ്. വിശ്വാസപരമായ കാര്യങ്ങൾ ക്രോഡീകരിച്ചത് അഖീദ, അത് ഒന്ന് അശ്അരി, മറ്റൊന്ന് മാതുരിദി. ഇതാണ് ഇതിൻ്റെ. ഇനി ഉത്തരം എഴുതാം. മുർത്തദ്ദായവൻ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ഉത്തരം 2 ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോടുകൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദ്ദായത് അതിൽ നിന്ന് മടങ്ങിയെന്ന് സമ്മതിച്ച് പറയുകയും വേണം. രണ്ടാമത്തത് ഗീബത്ത് എന്നാൽ എന്ത്? അത് കിതാബിലില്ല, നമ്മൾ പിന്നെ 3-ാം ക്ലാസ്സിന്റെ കിതാബ് ബുക്കിലൊക്കെ കാണാം. കിതാബിലൊക്കെ തൻ്റെ സഹോദരനെ കുറിച്ച് തൻ്റെ സഹോദരൻ ഇഷ്ടമില്ലാത്തത് പറയുക, അല്ലെങ്കിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് ദോഷമായി സംസാരിക്കുക, തെറ്റായ രൂപത്തിൽ അയാൾക്ക് ഇഷ്ടപ്പെടാത്ത രൂപം സംസാരിക്കൽ. അതാണ് അതിൻ്റെ ഉത്തരം. മൂന്നാമത്തത് ദുആഇന്റെ മര്യാദകളിൽ നിന്ന് 2 എഴുതുക. 2 ദുആയുടെ ആദ്യവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കൽ. 2 നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ഈ 2 ആണ് അതിൻ്റെ 2 മര്യാദകൾ. അടുത്തത് ഖിയാമത്ത് നാളിനോട് വളരെ അടുത്തുണ്ടാകുന്ന അടയാളങ്ങളിൽ നിന്ന് 3 എഴുതുക. ഒന്ന് ദജ്ജാൽ പുറപ്പെടൽ, യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടൽ, മറ്റൊന്ന് ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടൽ. ഈ 3 അതിൻ്റെ അടയാളങ്ങൾ. 5-മത്തത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ ഏതെല്ലാം? ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവയാണ്. അടുത്തത് പൂരിപ്പിക്കാം. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ഇത് ഒരു ഹദീസാണ്. 2-മത്തത് ആയത്താണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. 3-മത്തത് മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. കാണാതെ പഠിക്കണം ഇതൊക്കെ. 4-മത്തത് ആയത്താണ്. ഇന്നശ്ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. അടുത്തത് ഫിഖ്ഹിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ആദ്യത്തിൽ യോജിച്ചവ ചേർക്കാം. 6 ഇതിലുള്ളത്. 1-മത്തത് ഹജ്ജിന്റെ വാജിബാത്ത്. അതിൽ നേരെ മുമ്പിൽ ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വദാഇന്റെ തവാഫ് ചെയ്യൽ, അതാണ് ഹജ്ജിന്റെ വാജിബാത്തിൽപ്പെട്ടത്. 2-മത്തത് സക്കാത്തിന്റെ അവകാശികൾ. അതിന്റെ ഉത്തരം അവിടെ കാണാം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനമായി യുദ്ധം ചെയ്യുന്നവർ, അതാണ് അതിന്റെ ഉത്തരം. 3-മത്തത് ഹജ്ജിന്റെ ഫർള്, അതേതാണ്? തലയിൽ നിന്ന് മുടി നീക്കൽ. 4-മത്തത് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടത് ഏത്? നജിസിൽ നിന്ന് ശുദ്ധിയാവൽ. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ്. നോമ്പ് ഹറാമാണ് 2 പെരുന്നാൾ ദിവസം. 6-മത്തത് സ്വഹാബികളിൽ നിന്നുള്ള നേതാക്കൾ ദുആ ചെയ്യൽ, അവർക്ക് വേണ്ടി ദുആ ചെയ്യൽ ഖുതുബയുടെ സുന്നത്ത്. അതാണ് ഇതിന്റെ ഉത്തരം. അടുത്തത് പൂർത്തിയാക്കാം. ഇരുന്ന് നിസ്കരിക്കുന്നവൻ കാൽമുട്ടിന്റെ അപ്പുറത്തേക്ക് നെറ്റി നേരിടുന്ന നിലക്ക് കുനിയലാണ് റുക്കൂഅ്. 2-മത്തത് ഇമാമിനോടൊപ്പം ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവർക്ക് വിട്ടുവീഴ്ചയുണ്ട്. സുബ്ഹിന്റെ 3-മത്തത് സുബ്ഹിന്റെ ബാങ്കിൽ ഹയ്യാലങ്ങൾക്ക് ശേഷം, അതായത് ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാ എന്ന് ചൊല്ലിയതിന്റെ ശേഷം സുബ്ഹി ബാങ്കിൽ എന്താണ് ചൊല്ലേണ്ടത്? അസ്വലാത്തു ഖൈറും മിനൻ നൗം. 4-മത്തത് ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം, അതിനാണ് എന്ത് പറയാ? മുസ്തഅമൽ. കുറഞ്ഞ വെള്ളത്തിന് മുസ്തഅമൽ എന്ന് പറയുന്നു. അതാണ് ഇതിന്റെ. 5-മത്തത് ഖുനൂത്തിൽ ഫഇന്നക തഖ്ലി മുതൽ മഅ്മൂം ഓതേണ്ടതാണ്. വസല്ലല്ലാഹു അവിടെ വരെ ഓതേണ്ടതാണ്. അങ്ങനെ എഴുതിയാൽ മതി. മഅ്മൂം ഓതേണ്ടതാണ് എഴുതിയാൽ മതി. നിങ്ങൾ 2 വീതം എഴുതാം. 2 എഴുതണം. നിസ്കാരത്തിന്റെ നിയ്യത്തിൽ സുന്നത്തായത്. നിയ്യത്തിൽ നിർബന്ധമായ 3 കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഇന്ന് ഞാൻ നിസ്കരിക്കുന്നു, പിന്നെ ഫർള് നിസ്കാരം, അങ്ങനെ അതിലൂടെ പഠിച്ചിട്ടുണ്ടാവും 3 കാര്യങ്ങൾ നിയ്യത്തിൽ നിർബന്ധമായ. നിസ്കാരത്തിന്റെ നിയ്യത്തിൽ സുന്നത്തായ 2 കാര്യം. ഒന്ന് ഖിബിലയിലേക്ക് മുന്നിടുന്നു, അതുപോലെ റക്അത്തുകളുടെ എണ്ണം, അതുപോലെ ഇമാമോടുകൂടി മഅ്മൂമായി, ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ് നിയ്യത്തിൽ. 2-മത്തത് സുജൂദിൽ സുന്നത്തായത്. സുജൂദിൽ വെക്കൽ നിർബന്ധമായ 7 അവയവങ്ങൾ നമുക്കറിയാം. എന്നാൽ സുന്നത്തായത് മൂക്ക് നിലത്ത് വെക്കുക, അതുപോലെ മുങ്കൈ ചുമലിന്റെ നേരെ വിരലുകൾ നിവർത്തി ഖിബിലക്ക് മുന്നിടിച്ച് വെക്കുക. അടുത്തത് ഖുതുബയുടെ ഷർത്തുകൾ. ഖുതുബയുടെ ഒരുപാട് ഷർത്തുകളുണ്ട്. അതിൽ നിന്ന് 2 എഴുതേണ്ടത്. ഒന്ന് ജുമയുടെ അഹലുകാരായ 40 ആളുകൾ
ആളുകളെ കേൾപ്പിക്കൽ ഖുതുബ. രണ്ടാമത്തത് അറബി ഭാഷയിലായിരിക്കൽ. നാലാമത്തത് നിസ്കാരത്തിൽ അടങ്ങി താമസിക്കേണ്ട സ്ഥലങ്ങൾ എവിടെയാണ്? ഒന്ന് റുക്കൂ, മറ്റൊന്ന് ഇത്തിദാൽ. രണ്ടെണ്ണം എഴുതിയാൽ മതി. അഞ്ചാമത്തത് ഐഹാത്ത് സുന്നത്തുകൾ. നമ്മൾ അബാദ് സുന്നത്തുകൾ പഠിച്ചിട്ടുണ്ടാവും. സഹവിന്റെ സുജൂദ് കൊണ്ട് പിന്നെ പരിഹരിക്കാൻ പറ്റുന്നത് ഖുനൂത്ത്, അതുപോലെ ഒന്നാമത്തെ ഏതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ഐഹാത്ത് സുന്നത്തുകൾ ധാരാളം നിസ്കാരത്തിൻ്റെ ഇതല്ലാത്ത സൂറത്ത് ഓതുക, വജ്ജഹത്ത് ഓതുക, ഇതൊക്കെ ഏതാ? രണ്ടെണ്ണം. അതല്ലാത്തത് നിങ്ങൾക്ക് ഏതാ? ധാരാളം സുന്നത്തുകൾ, നിസ്കാരത്തിലുള്ള സുന്നത്തുകൾ. അടുത്തത് ഉത്തരം എഴുതാം. 30 മാടിന് എന്താണ് കൊടുക്കേണ്ടത്? നമ്മൾ ആട്, മാട്, ഒട്ടകം, പശുക്കളാണ് ഈ മാട് എന്ന് പറയുന്നത്. പശു, പോത്ത്, അങ്ങനത്തെ ഒട്ടകവും മാടും അല്ലാത്തതാണ് മാട്. 30 മാട് ഉണ്ടെങ്കിൽ എന്താണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഒരു ആട്ടിൻകുട്ടിയാണ് എൻ്റെ ഉത്തരം. 2, ഫർള് നോമ്പിന് എപ്പോൾ നിയത്ത് ചെയ്യണം? എപ്പോഴാണ് നിയത്ത് ചെയ്യേണ്ടത് ഫർളായ നോമ്പിന്? ഓരോ രാത്രിയിലും ഫജ്റിന് മുമ്പായി നിയത്ത് ചെയ്യൽ നിർബന്ധമാണ്. 3, ഹജ്ജിന് ഇഹ്റാമിന്റെ കാലം. ഹജ്ജിന് വേണ്ടി ഇഹ്റാം വിട്ടൂലേ നമ്മൾ? അതിന്റെ മാസങ്ങളുണ്ട്. ഏതൊക്കെയാണ് മാസങ്ങൾ? 1 ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ 10-ാം രാവ് ഉൾപ്പെടെയുള്ള ദിവസമാണ്. അതാണ് എൻ്റെ ഉത്തരം. 4, ഉളുവിന്റെ പൂർണ്ണതയ്ക്ക് എന്ത് വേണം? ഉളുവാണെങ്കിൽ ഉളുവിന്റെ ഫർള് ഷർത്തൊക്കെ വേണം, നമുക്കറിയാം. എന്നാൽ അതിന്റെ പൂർണ്ണതയ്ക്ക് എന്ത് വേണം? സുന്നത്തുകൾ വേണം. ഉളുവിന്റെ സുന്നത്തുകൾ വേണം. 5, മുഖം കൊണ്ട് ഖിബിലക്ക് മുന്നിടണം. ആര്? മുഖവും നെഞ്ചും ഒക്കെ മുന്നിടണം നിസ്കരിക്കുന്നവരെന്ന് നമുക്കറിയാം. എന്നാൽ മുഖം കൊണ്ട് മുന്നിടണം ഖിബിലക്കാര്? മലർന്ന് കിടക്കുന്നവർ. 6, ഫിത്ർ സക്കാത്ത് എപ്പോൾ കൊടുക്കണം? പെരുന്നാള് നിസ്കാരത്തിന്റെ മുമ്പായി. അതാണ് ഇതിന്റെ മാക്കാം. ഖുനൂത്തിന്റെ തെളിവ് എന്താണ്? അത് നമ്മളെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിനെ വിട്ടു പിരിയുന്നത് വരെ സുബഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നവരായിരുന്നു എന്ന ഹദീസ്. അതാണ് അതിന്റെ തെളിവ്. അതാണ് ഇതിന്റെ. രണ്ടാമത്തെ, ഒരു തയമ്മം കൊണ്ട് എന്തെല്ലാം നിസ്കരിക്കാം? നമുക്കറിയാം ഒറ്റ ഫർള് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഉത്തരം ഒരു തയമ്മം കൊണ്ട് ഒരു ഫർള് കിഫായ, സുന്നത്ത് എന്നിവ. ഫർള് കിഫായ മയ്യിത്ത് നിസ്കാരം നിസ്കരിക്കാം. അതുപോലെ സുന്നത്ത് എത്ര നിസ്കരിക്കാം? ഫർള് ഒന്നേ പറ്റൂ. അപ്പൊ അങ്ങനെ ഇതാണ് ഉത്തരം. 3ാമത്തെ ചോദ്യം, അസ്സലാത്തു ജാമിഅ എന്ന് പറയണം എപ്പോൾ? സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാഅത്തിന് വേണ്ടി. പൂരിപ്പിക്കാം. നമ്മളെ ഫിത്ർ സക്കാത്തിന്റെ പാഠത്തിലുണ്ടാവും. 23ാമത്തെ പാഠം സക്കാത്തുൽ ബദന്. അവിടെ നിങ്ങൾക്ക് കാണാം കടം, അതുപോലെ അവനും ആശ്രിതർക്കും ആവശ്യമായ വീട്, വസ്ത്രം, പെരുന്നാളിന്റെ പകലിലേക്കും ശേഷമുള്ള രാത്രിയിലേക്കും ആവശ്യമായ ഭക്ഷണം എന്നിവ കഴിച്ച് ധനം മിച്ചമുള്ളവർക്ക് മാത്രമേ ഫിത്ർ സക്കാത്ത് വാജിബുള്ളൂ. അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്തത് അവിടെ പൂർത്തീകരിക്കാം. മിസ്വാക്ക് വായയെ ശുദ്ധിയാക്കുന്നതാണെന്നും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതാണെന്നും മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം അല്ലാത്തവയേക്കാൾ 70 ഇരട്ടി പ്രതിഫലമുള്ളതാണെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അതാണ് അവിടെ നിങ്ങൾ പൂർത്തിയാക്കിയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ വിഷയങ്ങളും ഒറ്റ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മോഡൽ ചോദ്യങ്ങളും പേപ്പർ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ധാരാളം മാർക്ക് കിട്ടാൻ മതിയാവും. അതുപോലെ ഓരോ വിഷയങ്ങളും നമ്മൾ സെപ്പറേറ്റ് നമ്മളെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ള ആളുകളെ എത്തിക്കാനും, സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാനും മറന്നു പോകരുത്. ഇതുപോലെയുള്ള ഒരുപാട് കുട്ടികളുമായി ബന്ധപ്പെട്ട പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ വീണ്ടും സംസാരിക്കും ഇൻഷാ അല്ലാഹ്.